രാവിലെ തന്നെ അന്തരീക്ഷം നല്ലതാണെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കോഴിപ്പെമ്പിളാരൊക്കെ ഇറക്കി വിട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാം തൂത്തിട്ട് ചവറെല്ലാം ഇങ്ങനെ വെയിലത്തോട്ട് ഇറക്കി ഇട്ടിരുന്നതായിരുന്നു. ദാ പിടിച്ചതെന്ന് പറഞ്ഞാണ് പെട്ടെന്നൊരു മഴ വീണ് നമ്മുടെ കോഴിപ്പെമ്പിളാരെല്ലാം അങ്ങനെ നനഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വഴി ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. നമ്മുടെ പെമ്പിളാരൊക്കെ ഞാൻ മഴയ്ക്ക് മുമ്പേ കയറ്റുന്നതാണ്. 2 പൂവൻകുട്ടികളാണെങ്കിൽ നമ്മുടെ വർക്കേരിയിൽ റോക്കറ്റ് എടുത്ത് വന്ന് നിൽക്കും ചെയ്തു. അങ്ങനെ നമ്മുടെ റോക്കറ്റെടുത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കോഴിപ്പെമ്പിളാരൊക്കെ മാറി നിന്ന ആൾക്കാരെല്ലാം മഴയത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഒരാളാണെങ്കിൽ മുട്ടയിട്ടിട്ട് ചാടി ഇറങ്ങി പുറത്തോട്ട്. പിന്നെ ഞാൻ മഴ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഓടി തന്നെ തീറ്റ എടുത്ത് പുറത്തിറങ്ങി. ചാറ്റൽ മഴയുണ്ട്. അച്ഛൻ്റെ ഒരു തൊപ്പി എടുത്ത് വെച്ച് ഞാൻ നിന്ന വശത്ത് തന്നെ ഓടി അങ്ങ് ഇറങ്ങി നമ്മുടെ കോഴിപ്പെമ്പിളാരൊക്കെ കയറ്റാൻ നോക്കുവാണ്. തീറ്റയൊക്കെ വെച്ച് അവരുടെ മുട്ടയൊക്കെ എടുത്ത് മാറ്റി മുകളിൽ കൂട്ടിൽ ഇറക്കാൻ നിർത്തിയിരുന്ന ആൾക്കാരൊക്കെ കുറച്ചൊന്ന് ഇറക്കിയിട്ട് അവർക്ക് തീറ്റ കൊടുത്തിട്ട് അവരെ കൂട്ടിലോട്ട് തീറ്റയും വെച്ച് അവരെയും തിരിച്ച് കയറ്റുവാണ് കേട്ടോ. കാരണം മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടേ നിന്നതാണ്, ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരുന്നതാണ് ചാറ്റലായിട്ട്. ഇനി അവരെ മഴയത്ത് നിർത്തി ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് കൂടും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഗ്രാമശ്രീ പെമ്പിളാരെല്ലാം ആദ്യമേ കയറ്റി. അതിനുശേഷം 2 പേർക്ക് കാല് സുഖമില്ല, അവരെ എടുത്ത് പൊക്കി കയറ്റി കേട്ടോ. അവർക്ക് ചാടി കയറാണ്ട് ബുദ്ധിമുട്ടുള്ള കാരണം അവരെയും പൊക്കി കയറ്റിയിട്ടുണ്ട്.